ഇന്നൊരു തന്തൂരി പ്രോൺസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് 2 മെത്തേഡ്സിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തന്തൂരി പ്രോൺസിന് വേണ്ടിയിട്ട് ഞാൻ 8 വലിയ പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്തതാണ്. മാത്രമല്ല ഇതിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെയൊരു വര കൊടുക്കണം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഓയിൽ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈസി ആയിട്ട് മാരിനേറ്റ് ആയി കിട്ടും. ഇനി ഇതിലേക്കുള്ള സെക്കൻഡ് മാരിനേഷൻ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് ഹങ് കേർഡ് എടുത്തിട്ടുണ്ട്. നോർമൽ കേർഡ് ആണെങ്കിലും മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി പേസ്റ്റ് 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചെമ്മീനിലും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് റോസ്റ്റ് ചെയ്ത കടലമാവാണ്, അത് 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു പിഞ്ച് ഓറഞ്ച് റെഡ് ഫുഡ് കളർ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത കടലമാവ് ചേർത്തിട്ടുള്ളത് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനതൊരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഫുഡ് കളർ ചേർത്തിട്ടുള്ളത് അതൊരു നിർബന്ധവും ഇല്ല. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. സാധാരണ തന്തൂർ ഐറ്റംസിനൊക്കെ നല്ലൊരു റെഡ് കളർ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു റെഡ് കളർ ചേർത്തത്. അപ്പോൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് മാരിനേഷൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാരിനേറ്റഡ് പ്രോൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് മാരിനേഷനിലേക്ക് ഈ മാരിനേറ്റഡ് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രോൺസിൻ്റെ എല്ലാ ഭാഗത്തും ഈ മാരിനേഷൻ എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറാണെങ്കിലും വെച്ചാൽ മതി. ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 മെത്തേഡ്സിലാണ് നമ്മൾ ഇന്നത് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഓവനിലാണ്. അപ്പോൾ ഞാൻ ഓവൻ്റെ ഗ്രില്ല് അലുമിനിയം ഫോയിലൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓരോ പ്രോൺസ് ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പായിട്ട് തന്നെ ഓവൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് പ്രോൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്രോൺസ് ഡ്രൈ ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് തിരിച്ചിട്ടതിന് ശേഷം ആ മാരിനേഷനിൽ നിന്നും മാറ്റി വെക്കാം. എന്നിട്ട് മറു സൈഡിലും കൂടി ഇതുപോലെ തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓയിലിന് പകരം ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പ്രോൺസ് ബേക്ക് ചെയ്യാൻ വെക്കാൻ പോവാണ്. അപ്പോൾ ഇത്തവണ 15 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്, 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഒക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവനിലെ തന്തൂരി പ്രോൺസ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഫ്രൈ പാനിൽ എങ്ങനെയാണ് തന്തൂരി പ്രോൺസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചുറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് ഓരോ പ്രോൺസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ പ്രോൺസ് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചാലും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മാരിനേഷൻ ബാക്കിയുണ്ടല്ലോ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലാണല്ലോ ഗ്രില്ല് ചെയ്യുന്നത്, അതുകൊണ്ട് ഓയിൽ ബ്രഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ പ്രോൺസും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറു സൈഡും കൂടി ഒന്ന് ഗ്രില്ലായി വരട്ടെ. ഇതിങ്ങനെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് പ്രോൺസ് ഓൾമോസ്റ്റ് ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മാരിനേഷൻ ഇങ്ങനെ ഇളകി പോകും, അത് കുഴപ്പമില്ല. അതിൻ്റെയൊക്കെ ഫ്ലേവർ പ്രോൺസിൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല, കഴിക്കാവുന്ന തന്നെയാണ്. അപ്പോൾ ഈ പ്രോൺസൊക്കെ നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാ സൈഡിൽ നിന്നും ഗ്രില്ലായി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഫ്രൈ പാനിൽ റെഡി ആക്കിയെടുത്ത തന്തൂരി പ്രോൺസ്. അപ്പോൾ ഇന്നത്തെ തന്തൂരി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 2 മെത്തേഡ്സിൽ നിന്ന് കാണിച്ചു, ഓവനിലും കാണിച്ചു, ഫ്രൈ പാനിലും കാണിച്ചു. അപ്പോൾ ഇനി ഗ്രിൽ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഫ്രൈ പാനിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.